ഞാനാണെങ്കിൽ ഈ മിക്സി കുട്ടീനെയൊക്കെ എടുത്ത് ചുറ്റി വളച്ച് ചാക്കിലോട്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഇതിനെ മാറ്റിയൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എനിക്കാണെങ്കിൽ ഇതിനെ കൊടുക്കാനൊട്ട് മനസ്സില്ല കേട്ടോ. പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആയിപ്പോയേ. അപ്പോൾ ഇനി വലുതായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ കൊടുത്തല്ലേ പറ്റൂ. 12 വർഷത്തിന് മുകളിലായി കേട്ടോ ഞാൻ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. അന്ന് മുതൽ എൻ്റെ കൂടെ ഉള്ളവരാണ് ഈ കിച്ചണിലുള്ള പല സാധനങ്ങളും. ഗ്യാസ് സ്റ്റവും മിക്സിയൊക്കെ ഞാൻ അപ്പോൾ വാങ്ങിക്കൊണ്ട് കയറിയതാണ്. അതുകൊണ്ട് ഞാനും ഇതുങ്ങളും തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണ്. ജാർ ബ്ലേഡൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മിക്സി പണി തരുന്നത് ആദ്യമായിട്ടാണേ. അതിന് ഇനി ട്രീറ്റ്മെൻറ്റ് ഇല്ലെന്ന് അതിൻ്റെ ഡോക്ടർ തന്നെ പറഞ്ഞു. അത് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ പിന്നെ അതിനെ മാറ്റി വാങ്ങാനായിട്ട് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇക്ക പറഞ്ഞു വേണ്ട, നെടുമങ്ങാട് പോവാം, അവിടെ ആകുമ്പോൾ ഒത്തിരി ബ്രാൻഡുകൾ കാണുമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ നെടുമങ്ങാടുള്ള ദിയാസ് കിച്ചണിലാണ് ആദ്യം വന്നത് കേട്ടോ. ഇത് പണ്ടത്തെ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം ആയിരുന്നു. എൻ്റെ സുമയ്യയുടെ കല്യാണമൊക്കെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ നടന്നത്. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ഷോപ്പായി. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കണ്ണ് മൊത്തം അവിടെയുള്ള മറ്റ് സാധനങ്ങളിലൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ വാങ്ങാൻ വന്ന ഒന്നിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റ് സാധനങ്ങളിലോട്ടാണ്. അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് എല്ലാം കണ്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ മിക്സികളുടെ അടുത്തോട്ടെത്തി. അപ്പോൾ എല്ലാ ബ്രാൻഡിലുള്ള മിക്സികളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്ക് അതിനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത വിലയായിരിക്കും കേട്ടോ. പിന്നെ ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലും ആയിരിക്കില്ല. അങ്ങനെ പിന്നെ കുറേ നേരം നോക്കിയതിന് ശേഷം എനിക്കൊരു തൃപ്തി വരാത്തതുകൊണ്ട് അടുത്ത കടയിലോട്ട് ഞാൻ വിട്ടു. അപ്പോൾ സോണിയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇവിടെ വീഡിയോ അങ്ങനെ അലോട്ടല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ വീഡിയോ എടുക്കൽ നിർത്തി. പിന്നെ ഞാൻ താണ്ട് ഈ മിക്സിയാണ് കേട്ടോ വാങ്ങിയത്. ഇതും എനിക്ക് വലിയ തൃപ്തിയൊന്നും വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറൊക്കെ നല്ല ഹൈറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ജാർ അത്രയും ഹൈറ്റൊന്നുമില്ല. അപ്പോഴവർ പറഞ്ഞു ഇപ്പോഴത്തെ മിക്സിക്കെല്ലാം ഇതേ ഹൈറ്റാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞത് ഈ മിക്സിയൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങണമെന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ റേറ്റ് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ആ നോട്ടം അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ താഴെ അലമാരയുടെയൊക്കെ ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇക്ക പറഞ്ഞു എനിക്ക് നൈറ്റി വാങ്ങിത്തരാമെന്നേ. അങ്ങനെ നൈറ്റി ആദലിൻ്റെ മുണ്ടുമൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ കളമച്ചൽ കൈത്തറിയിലോട്ട് വന്നു. അവിടെ വെച്ച് നാത്തൂനെയും കണ്ടു. എടാ അമ്മുക്കുട്ടി നൈറ്റി. അവൾ ഇന്നലെ അവളുടെ വീട്ടിൽ പോയതാണ്. അവിടെ നിന്ന് അവളുടെ ഉമ്മായെയും എൻ്റെ കുഞ്ഞു മരുമോനെയും കൂട്ടി അവൾ തുണിയെടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തുണിയൊക്കെ എടുത്ത് സംസാരിക്കുന്നതിനിടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞു മോനിക്കാണെങ്കിൽ നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ വാളിക്കോടുള്ള മന്തിക്കടയിലോട്ട് വന്നു. അങ്ങനെ നമ്മളൊരു അൽഫാം കുഴിമന്തിയും വാങ്ങി. വാപ്പായാണെങ്കിൽ മന്തി കഴിക്കാത്തതുകൊണ്ട് വാപ്പാക്ക് പൊറോട്ടയും വാങ്ങി കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ നേരെ കാച്ചാണിയിലുള്ള കടിക്കടയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോമ്പുറക്കം എന്തെങ്കിലും കടികൾ വാങ്ങിക്കണ്ടേ. അങ്ങനെ അത്യാവശ്യത്തിന് കുറച്ച് കടികളും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. വീടെത്തി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മിക്സി എടുത്ത് പ്ലേസ് ചെയ്യണമല്ലോ. അങ്ങനെ മിക്സിയിൽ എല്ലാം പൊട്ടിച്ചെടുത്ത് അതിനെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മിക്സി എങ്ങനെയുണ്ടെന്ന് പറയണേ, കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മിക്സി. ഞാൻ എന്ത് സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും പഠിച്ചവനേ എനിക്ക് നല്ലത് തരണേ, കുറേ നാൾ അതിൻ്റെ കയ്യിലിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടേ പോകുന്നത്. പക്ഷേ ഏകദേശം ഉള്ളതെല്ലാം അങ്ങനെ തന്നെ നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ മിക്സിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ പ്രീതിക്ക് പകരം നമ്മുടെ ബട്ടർഫ്ലൈ കുട്ടിയാണ് ഇവിടെ ഇരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ വാങ്ങിയ നൈറ്റി ആണെങ്കിൽ ഇട്ട് ഇങ്ങനെ വെച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാട്ടെ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞ് എങ്ങും ഇല്ലെങ്കിൽ കൊള്ളാമെന്ന്. അത് കേട്ട് ഞാൻ നൈറ്റിയെ മടക്കി വെച്ചിട്ട് ഞാൻ വന്ന് നമ്മുടെ മിക്സിയുടെ ജാറിൽ ആദ്യമായിട്ടൊരു ലെമൺ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലെമൺ ജ്യൂസൊക്കെ അടിച്ച് നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. നമ്മുടെ ബജിയും കഞ്ഞിയും ലെമൺ ജ്യൂസും ചമ്മന്തി, ഉള്ളിവട, ഉഴുന്നുവട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ നോമ്പ് തുറക്കാൻ പോകണം. അപ്പോഴത്തേക്ക് ആദ്യം മുണ്ടെടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ഇക്ക ജോലിക്ക് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ഒരു മുണ്ടിനെ കൊണ്ടുവച്ചാണ് ഈ വേലത്തരം കാണിക്കുന്നത് കേട്ടോ. അവന് മുണ്ടെടുക്കാൻ അറിയത്തില്ല. പക്ഷേ പെരുന്നാളിന് മുണ്ടേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് മുണ്ട് വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ആയപ്പോഴത്തേക്ക് കുഴിമന്തി എടുത്ത് വെച്ചോട്ടോ. അപ്പോൾ കുഴിമന്തി ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇടയിൽ തരത്തിനും കഴിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചേ. എനിക്ക് ആദ്യമൊന്നും കുഴിമന്തി ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ. പിന്നെ കഴിച്ച് അതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു കോമ്പിനേഷനും ഇല്ലാത്ത അച്ചാറും കൂടെ ഇക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഴിമന്തിയിലിട്ട് വിരകി കഴിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇക്കാക്ക് ബിരിയാണി ചോറ് കഴിക്കും പോലെയാണ് കുഴിമന്തി. എനിക്കാണെങ്കിൽ ഈ ടൊമാറ്റോയുടെ ആ ചാറിൽ ഇങ്ങനെ മയോണൈസൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.